ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചക്കിട്ടപ്പാറയാണ് കേട്ടോ. അപ്പോൾ ചക്കിട്ടപ്പാറ നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട്. നമ്മളെ കരിയാത്തുംപാറ, കോഴിക്കോടിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്ന അടിപൊളി ഒരു സ്ഥലമുണ്ട്. അപ്പം ഞാനിപ്പോൾ അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കരിയാത്തുംപാറേൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയുന്നില്ല, നേരെ വീഡിയോയിൽ പോകും. എന്താ നമ്മൾ ഈ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ഉണ്ടാ, ജാതി മലനിരകളാണ്. നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടാ. അവിടെ എല്ലാ ആൾക്കാരുണ്ടേ. അപ്പോൾ നമ്മളെ വണ്ടി ഇതവിടെ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കരിയത്തുംപാറ ടൂറിസ്റ്റ് ഏരിയ കേട്ടോ. നമുക്കിതാ ഈ ഭാഗത്തേക്കായിട്ടാണ് പോകേണ്ടത്. അപ്പം നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുകയാണ്. നമ്മളെ കൂടെ വന്ന ചങ്ങായിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ഫെയറായത്. തോണിക്കടവ് കരിയത്തുംപാറ ടൂറിസ്റ്റ്. അപ്പോൾ നമുക്കിതാ ഈ വഴിയാണ് ഇറങ്ങണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കരിയത്തുംപാറയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് കാലമായി ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട്. ഞാൻ മുമ്പ് വന്നത് കക്കയം ഡാമിലേക്ക് പോകുമ്പോഴാണ്. അവിടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പ്രവേശന സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെ. അതുപോലെ തന്നെ സന്ദർശന സമയം 9 മണി തൊട്ട് 6 മണി വരെ. ഇത് നമ്മളെ കൂടെ വന്ന ചങ്ങായാണ്. എടാ പേര് പറയടാ, പേര് പറയടാ. നമ്മളെ കൂടെ വന്നതാണ് ജിതിൻ, നമ്മളെ നാട്ടുകാരനാണ്. ഇവന് ക്യാമറേൻ്റെ മുമ്പിൽ അത്ര വന്ന് പരിചയമില്ല. കോഴിക്കോടിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞാൻ മുമ്പ് വന്ന സമയത്ത് ഇത് ഈ കല്ലൊക്കെ കൂട്ടി വെക്കുന്നില്ലേ, ഞാൻ തൂങ്ങി കാണിച്ചില്ല. ഈ ഭാഗത്തൊക്കെ മുഴുവൻ വെള്ളമായിരുന്നു കേട്ടോ. ഇപ്പൊക്കെ വറ്റി വരണ്ടു. കണ്ടാ ഏജാതി ലൊക്കേഷനോ നോക്കിയിട്ട് നിങ്ങൾ. ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഗംഭീരമാണ്. നല്ല മലനിരകളാണ് കേട്ടോ. ഗംഭീരം മലനിരകളാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. കോഴിക്കോടിൻ്റെ സ്വിറ്റ്സർലാൻഡ് കരിയത്തുംപാറ. ഏകദേശം ഒരു 3-4 കൊല്ലം മുമ്പാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത്. പിന്നെ ഇപ്പോഴാണ്. ഏകദേശം 3-4 കൊല്ലം മുമ്പ് ഞാൻ അവിടെ വന്ന സമയത്ത് ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അത് കാണാത്തവരൊന്ന് പോയി കാണുക കേട്ടോ. ഈ കരിയത്തുംപാറേൻ്റെയും അതുപോലെ തന്നെ കക്കയം ഡാമിൻ്റെയും ഒരുമിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കണ്ടില്ലേ, സീന് സ്ഥലം. സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു സ്ഥലം നമ്മളെ കോഴിക്കോട് ജില്ലയിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? നോക്കിയേട്ടാ, ഫുള്ള് മലനിരകൾ. നമ്മളിപ്പോൾ എന്തായാലും ഈ വെള്ളം ക്രോസ് ചെയ്ത് ആ ഒരു ഭാഗത്തേക്ക് പോവാണേ. അപ്പം നമ്മളിങ്ങനെ കരിയത്തുംപാറയിൽ ഇങ്ങനെ നടന്നു പോവാണ്. അടിപൊളിയൊരു ലൊക്കേഷനാണ്. നമ്മൾ ഒരിക്കൽ വന്നാൽ പിന്നെയും ഈ ഒരു ഭാഗത്തേക്ക് എന്തായാലും വരും. കാരണം അതുപോലെ സീനറി കാഴ്ചകളാണ് ഈ ഒരു ഭാഗത്തുള്ള. കണ്ടാ, ചെറിയ കുട്ടികളെല്ലാം വെള്ളത്തിൽ കുളിയാണ്. അപ്പം
എന്താ ഇങ്ങനെ നടന്നു പോകാനിട്ട്. ഇത്രേ വെള്ളമുള്ളൂ കേട്ടോ, കുറച്ച് വെള്ളമേ ഉള്ളൂ. അതുപോലെ തന്നെ മൊത്തം കല്ലാണ്. അപ്പം തെന്നി വീഴാണ്ട് നോക്കണം. അപ്പോൾ നമ്മളിതാ ഇക്കരെ എത്തിയിട്ടാ. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ കണ്ടില്ലേ? ഇതുണ്ടാ അങ്ങ് മലയിൽ ഒറ്റക്കൊരു വീട് കണ്ടാ. ആ ഒരു മലമുകളിൽ ഒരേ ഒരു വീട്. കണ്ടാ ആ ഭാഗത്തും ആൾക്കാരുണ്ട്. എവിടെ നോക്കിയാലും നല്ല അടിപൊളി ഫ്രെയിംസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹോം സ്റ്റേസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഈ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുമല്ലോ, അവർക്കൊക്കെ ഈ ഇവിടെയുള്ള ഈ ഹോം സ്റ്റേസൊക്കെ വളരെ ഉപകാരമാണ്. ഈ ഒരു സമയത്ത് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ 5:30 മുമ്പ് ഇവിടെ എത്തണമെന്നേ ഉള്ളൂ കേട്ടോ. 5:30 വരെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ളൊരു ടൈം. എന്താ ഈ വെയിലെല്ലാം താന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ വന്നിരിക്കുകയെന്ന് വെച്ചാൽ നല്ല സുഖ. മുമ്പ് ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പശുക്കൾ മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്തൊക്കെ ഏത് ഭാഗത്തേക്ക് പോയാലും നല്ല സീനറികളാണ്, ഒരു രക്ഷയില്ല. കണ്ടില്ല മേഞ്ഞ് നടക്കുന്ന പശുക്കൾ. എനിക്ക് മലനിരകൾ കാണുമ്പോഴാണ് കണ്ടില്ലേ നമ്മൾ വന്ന ആ ഒരു വഴിയാണ് കേട്ടോ. മുമ്പ് ഈ കരിയാത്തുംപാറയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്രീ ആയിട്ട് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം. പിന്നെ ഈ ഇടയാണ് ഈ കരിയാത്തുംപാറയിലേക്കുള്ള ടിക്കറ്റ് ചാർജൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 30 രൂപയാണ്. അഡൽസിൻ്റെ റേറ്റാണ് 30 രൂപ. അപ്പം നമ്മൾ ഇവിടുത്തെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടാസ്വദിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ എത്ര മനോഹരമായ സ്ഥലമാണ്. വന്നാലും ഈ ഒരു സ്ഥലത്തിനോടുള്ളൊരു അട്രാക്ഷൻ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഇത് ഫീല് വേറെ തന്നെയാണ്. കാരണം നമ്മൾ എത്ര തവണ വന്നാലും ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് നമുക്ക് ഈ സ്ഥലം തോന്നുള്ളൂ. കാരണം അത്രയും ബ്യൂട്ടിയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇത്രയും ബ്യൂട്ടിയുള്ള സ്ഥലം ഇത് തന്നെയാണ്. നമ്മൾ ഈ ഒരു കരയിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. ആ ഭാഗത്ത് കുറച്ചും കൂടി നല്ലൊരു ബ്യൂട്ടിയാണ്. ഇവിടെയൊക്കെ ഫാമിലി ആയിട്ടും അതല്ല കപ്പിൾസായിട്ടും പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് ഈ വെള്ളത്തിലൊക്കെ
ഇറങ്ങി കുളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അഞ്ച് മിനിറ്റും കൂടെ ഉള്ളൂ. നമ്മൾ വന്നപ്പം കുറച്ച് വൈകിപ്പോയി. ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നാലും ഇരുന്നാലും മതിയാവില്ല. അതിനുള്ള കാരണം ഇവിടുന്ന് കാണുന്ന ഈ മലനിരകൾ തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. ഞായറാഴ്ചയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നല്ല തിരക്കായിരിക്കും. ചൊവ്വാഴ്ച തന്നെ ഈ തിരക്കാണെങ്കിൽ ഞായറാഴ്ച പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല തിരക്കായിരിക്കും ഞായറാഴ്ച ദിവസമെല്ലാം ഇങ്ങോട്ടേക്ക് വന്നാൽ. നമ്മൾ നേരെ ആ ഒരു ഭാഗത്തേക്ക് പോകണം. നമ്മൾ വന്ന വഴിക്ക് തന്നെ പോവാണേ. ഞാൻ മുമ്പ് ഇവിടെ വന്ന സമയത്ത് കണ്ട ഈ ഭാഗത്തൊക്കെ വെള്ളമായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി. വെള്ളം എന്ന് പറയാൻ അത്ര വെള്ളമൊന്നുമില്ല കേട്ടോ. മുട്ടിന് താഴെ മാത്രമേ വെള്ളമുള്ളൂ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, നല്ല ശുദ്ധമായ വെള്ളം. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് നമ്മളെ കക്കയം ഡാം വരുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. 5 മിനിറ്റേ ഉള്ളൂ നമുക്ക് സമയം. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മൾ വന്ന ഒരു വഴിയാണ് ഇട്ടത്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് കാഴ്ചകൾ. ഇവിടെ നല്ലൊരു തണൽ മരമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു വിഷ്വൽ ഇതാണ്. നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് നടന്നു വന്നത്. അതുപോലെ തന്നെ നമ്മൾ വന്ന റോഡ് നമുക്ക് ഇവിടെ കാണാം കേട്ടോ. നമ്മൾ അതിലാണ് വന്നത്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഈ ഭാഗത്തൊക്കെ വെള്ളത്തിന് അത്യാവശ്യം ആടുണ്ടാവും. അതുപോലെ തന്നെ നല്ല സൺസെറ്റിൻ്റെ ഒരു റിഫ്ലക്റ്റ് നമുക്ക് ഇവിടെ കാണാം കേട്ടോ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ സൺസെറ്റ് ടൈമിൽ തന്നെയാണ് വരേണ്ടത്. ഈ ഭാഗത്ത് പുൽമൈതാനങ്ങളാണ്.
ഈ ഒരു കടവ് നമുക്ക് അവിടുന്ന് ഒഴുകി വരുന്നതായിട്ട് കാണാം കേട്ടോ. കണ്ടോ, ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. കണ്ടതാ, ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോ ഷൂട്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കക്കയം ഡാമിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന വെള്ളമാണ്. ഇതിലെ കരിയത്തുംപാറക്കൂട്, നരിനട, നേരെ പെരുവണ്ണാമുഴി ഡാം, അവിടുന്ന് നേരെ കുറ്റ്യാടിപ്പുഴ, അങ്ങനെയാണിത് ഈ ഒരു പുഴ പോകുന്നത് കേട്ടോ. അപ്പം പുറത്തേക്ക് ഇറങ്ങേണ്ട ടൈമായി. ഇപ്പോൾ സമയം 6:05 ആയിട്ടോ. വിസിലിൻ്റെയൊക്കെ നമുക്ക് ഇവിടുന്ന് കേൾക്കാം. ശരിക്കും ഇവിടെ വന്ന് ഇരുന്നാൽ സമയം പോകുന്നതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. അത്രയും നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു സ്പോട്ട്. മുമ്പ് ഇതിലെ ഒരു ചെറിയൊരു കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുതിര സവാരി ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഈ കോഴിക്കോടിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഈ കരിയത്തുംപാറയിൽ ഇത് ശരിക്കും പറയുന്നത് തോണിക്കടവ് കരിയത്തുംപാറ എക്കോ ടൂറിസം എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തോണിക്കടവ് നിന്ന് എടുക്കുന്ന ടിക്കറ്റ് വെച്ച് നമുക്ക് ഇവിടെയും എൻട്രി ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് തോണിക്കടവിലും പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഇത് കരിയത്തുംപാറ തോണിക്കടവ് എക്കോ ടൂറിസം എന്ന നിലയിലുള്ള പേര് വന്നത്. ആട്ടുംകൂട്ടം മേഞ്ഞു നടക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. നമ്മൾ ആ വന്ന എൻട്രൻസ് കൂടി തന്നെയാണ് നമുക്ക് തിരിച്ച് പുറത്തേക്ക് പോകേണ്ടത്. സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാനായി റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും തിരിച്ച് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കരിയത്തുംപാറയിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. നല്ല അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ്. ഏത് തരം ആൾക്കാർ വന്നാലും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. ഫാമിലി ആയിട്ടാണെങ്കിലും കപ്പിൾസ് ആയാലും പ്രായമുള്ള ആൾക്കാരായാലും അങ്ങനെ ഏത് ടൈപ്പ് ആൾക്കാർക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കരിയത്തുംപാറേൻ്റെ വീട് ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.